ജോർജറ്റ് മെറ്റീരിയൽ ആണോ മാം? ജോർജറ്റ് മെറ്റീരിയൽ ആണോ? എൻക്വയറീസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ജോർജറ്റിനല്ലല്ലോ എൻക്വയറി വന്നത്, കുട്ടി പഠിച്ചു വരുന്നുള്ളൂ. ചന്തേരി ആയിരുന്നല്ലേ? ചന്തേരിയിലുള്ള ഡിജിറ്റൽ ഫ്ലോറൽസ് ആണ്. നമുക്ക് റേഞ്ച് എത്രയാണ് വരുന്നതെന്നൊന്ന് നോക്കി നോക്കി. 295 റേഞ്ചിലുള്ളതാണ്. ആർട്ട് ചന്തേരിയാണ് കേട്ടോ. കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും. നമ്മുടെ ആ ഗ്യാദേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള പാറ്റേൺസ് ഇല്ലേ, അങ്ങനത്തെ ഒക്കെ ചെയ്യാനാണെങ്കിൽ നല്ല ഭംഗിയാ. കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനായിട്ട്. നോക്കി, ഡിജിറ്റൽ പ്രിന്റ്സിന്റെ ക്ലോസപ്സ് ഇതിനകത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ പ്രിന്റ്സിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. ശരിക്കും ഇതിന്റെ ഭംഗി കാണണമെങ്കിൽ ഇപ്പൊ ഞാൻ റെഡിയാക്കി തരാം കേട്ടോ. ഒരു വൈറ്റ് ലൈനിങ് എടുക്കാവോ? ഓഫ് വൈറ്റ് ലൈനിങ്. ഓഫ് വൈറ്റ് ലൈനിങ് എത്തിയല്ലോ. ഇതുപോലെയുള്ള ഡിജിറ്റൽ പ്രിന്റ്സ് പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഡിജിറ്റൽ പ്രിന്റ് ആയതും ഇതുപോലെ തിൻ ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് അതിന്റെ ആ ഭംഗി അറിയണേ. ശരിക്കും ഇതിന്റെ അടിയിലേക്ക് ഒരു ലൈനിങ് പീസ് വരണം. കണ്ടോ, റിയലി ബ്യൂട്ടിഫുൾ അല്ലേ? നല്ല ഭംഗിയില്ലേ? നല്ലൊരു പ്യോർ ലുക്ക് വരുന്നത്. ഇതിപ്പോ ഓഫ് വൈറ്റ് ആണ് നമ്മൾ ലൈനിങ് കൊടുത്തിരിക്കുന്നത്. ചിലർ ഇതിന് ലൈറ്റ് പീച്ച് അങ്ങനത്തെ ഷെയ്ഡ്സ് കൊടുത്താലും നല്ലത്. ഇപ്പൊ ഇതിനൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിക്കേ. മെറ്റീരിയലിന്റെ ഭംഗി അറിയണമെങ്കിൽ ശരിക്കും ആ എല്ലാ സെഗ്മെന്റ്സും ഭംഗിയായിട്ട് മേർജ് ചെയ്താലാട്ടോ ആ ഒരു തുണിയുടെ ഭംഗി നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നതാണ് സത്യം. നോക്കിക്കേ, ഇതിപ്പോ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ തയ്ച്ചാലും നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, അല്ലേ? ഇതിന്റെ അടിയിലേക്ക് വെച്ച് കണ്ടോ, ഇങ്ങനെ വരുമ്പോഴാണ് ആ പ്രിന്റ്സ്. ഇപ്പൊ ഇതിന്റെ അടിയിലേക്ക് ഗ്രേ കൊടുക്കുവാണ്. ഇതിപ്പോ നമ്മൾ ആ സെയിം ടോണാ കൊടുത്തിരിക്കുന്നത്. അടിയിലേക്ക് ഒരു ഗ്രേ ആണ് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്ത് കാണാൻ പറ്റും. നല്ല അടിപൊളി കളക്ഷൻസ് ആണ്. 295 ആണ് റേഞ്ച്. അപ്പോൾ ഇതെല്ലാം പർച്ചേസ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നൊന്ന് പറഞ്ഞേ. താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.